നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കട്ടപ്പനയിൽ മോഷണ കേസിലെ പ്രതികൾ ഇരട്ടക്കൊലപാതകം നടത്തിയെന്ന കേസിൽ പ്രതികളെ ഇന്ന് കസ്റ്റഡിയിൽ കിട്ടുമെന്ന കണക്കുകൂട്ടലിൽ പോലീസ്. മാത്രമല്ല, പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന പല വിവരവും. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നതിനാലാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിയത്. റിമാൻഡിലുള്ള പ്രതി നിതീഷിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അതിനുശേഷം തെളിവെടുപ്പ് നടത്തിയേക്കും. കസ്റ്റഡിയിൽ കിട്ടിയാൽ വൃദ്ധനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്ന് സംശയിക്കുന്ന കാഞ്ചിയാറിലെ വീട്ടിൽ പ്രതിയെ എത്തിച്ച തെളിവെടുപ്പ് നടത്തും. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പ്രതി വിഷ്ണുവിനെയും കസ്റ്റഡിയിൽ വാങ്ങും. പ്രതികൾ താമസിച്ചിരുന്ന വീട്ടിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകം നടന്നോ എന്ന് കണ്ടെത്താൻ വീടിന്റെ തറയടക്കം പൊളിച്ചു പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ തറ അടക്കം പൊളിച്ച് മാറ്റാനുള്ള തീരുമാനം അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടുക്കി കട്ടപ്പനയിൽ ആഭിചാര കൊലപാതകമെന്നാണ് സംശയിക്കുന്നത്. നവജാത ശിശുവിനെയും വൃദ്ധനെയും കൊലപ്പെടുത്തിയതാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. മോഷണ കേസിലെ പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് ഇരട്ടക്കൊലപാതകം സംബന്ധിച്ച സൂചനകൾ ലഭിച്ചത്. കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ മോഷണം നടന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണിപ്പോൾ വഴിത്തിരിവിൽ എത്തിയിരിക്കുന്നത്. കട്ടപ്പന സ്വദേശികളായ വിഷ്ണു വിജയൻ, നിതീഷ് എന്നിവരാണ് മോഷണ കേസിൽ അറസ്റ്റിലായത്. മോഷണവുമായി ബന്ധപ്പെട്ട് കാക്കാട്ടുകടയിൽ താമസിക്കുന്ന വിഷ്ണുവിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. ഈ സമയത്ത് വിഷ്ണുവിന്റെ അമ്മയും സഹോദരനെയും വീടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇവരെ മോചിപ്പിച്ച ശേഷം പോലീസ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. വീട്ടിലെ അസ്വാഭാവികമായ സാഹചര്യവും പോലീസ് സംശയം ജനിപ്പിക്കുന്നുണ്ട്. ഈ വീട്ടിൽ താമസിച്ചിരുന്ന വിഷ്ണുവും നിതീഷും അമ്മയും സഹോദരിയും നാട്ടുകാരുമായി ബന്ധം സ്ഥാപിച്ചിരുന്നില്ല. വിഷ്ണുവിന്റെ സഹോദരിയിൽ നിന്നാണ് കൊലപാതകം സംബന്ധിച്ച സൂചനകൾ ലഭിച്ചത്. 6 മാസം മുമ്പ് ഇവരുടെ അച്ഛൻ വിജയനും നിതീഷും തമ്മിലുണ്ടായ അടിപിടിയിൽ മരിച്ചു എന്നാണ് മൊഴി. സംഭവം ആരെയും അറിയിക്കാതെ മൃതദേഹം വീടിനുള്ളിൽ കുഴിച്ചിട്ടു എന്നും മൊഴി നൽകിയിട്ടുണ്ട്. വിഷ്ണുവിന്റെ സഹോദരിക്ക് നിതീഷുമായി ഉണ്ടായ ബന്ധത്തിൽ 2016 കുഞ്ഞ് ജനിച്ചിരുന്നു. കുഞ്ഞിനെ 4 ദിവസം പ്രായമുള്ളപ്പോൾ കഴുത്തു നെരിച്ചു കൊന്നു എന്നാണ് വിവരം. ഇത് ആഭിചാരത്തിന്റെ ഭാഗമാണ് എന്നും സംശയമുണ്ട്. പരിക്കേറ്റ വിഷ്ണു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. പീരുമേട് സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷം വീട്ടിനുള്ളിൽ കുഴിച്ച് പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. നിതീഷ് പൂജാരിയാണ്. നിതീഷിനെ കസ്റ്റഡിയിൽ വിട്ട് കിട്ടാൻ പോലീസ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ നിന്ന് ഗന്ധർവന് നൽകാനാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിൽ കുഞ്ഞിനെ അടക്കം ഇങ്ങനെ കൊല്ലുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഞെട്ടിത്തരിക്കുന്ന ഒരു വാർത്ത. വീണ്ടും ഈ നരബലി അടക്കമുള്ള വാർത്ത നമ്മിൽ നിന്നും വിട്ടുപോയിട്ടില്ല. അപ്പോഴാണ് ഓരോ ഘട്ടത്തിലും ഓരോ ഇതുപോലെയുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ 2 കൊലപാതകങ്ങൾക്കുള്ള ചുരുളഴിയും എന്നാണ് വ്യക്തമാകുന്നത്. ഒരു മോഷണ ശ്രമമാണ് ചെന്ന് നിൽക്കുന്നത്. എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയിലായിരിക്കാനാണ് സാധ്യത. എന്തായാലും വരും ദിവസങ്ങൾക്കുള്ളിൽ വീട് കുത്തി തുറന്ന് ആ നിലം പൂർണ്ണമായും തുറന്ന് ഒരു പക്ഷേ പരിശോധിക്കാനുള്ള സാധ്യത ഏറെയാണ്.